പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നമുക്ക് സ്പെഷ്യലായി ചില കാര്യങ്ങൾ പഠിക്കാം. അതായത് ഇന്ന് നമുക്ക് കുറച്ച് സ്വലാത്ത് ഒന്നിച്ചു ചൊല്ലാം. നമുക്ക് കുറച്ച് സ്വലാത്ത്, സ്പെഷ്യലായിട്ട് സ്വലാത്ത് നമ്മളൊന്നും പഠിക്കുന്നില്ല, കുറച്ച് സ്വലാത്ത് നമുക്ക് ഒന്നിച്ചു ചൊല്ലാം. കൂടാതെ ആ സ്വലാത്തുകൾ ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം നമുക്ക് കേട്ടിട്ട് ആ സ്വലാത്ത് നമുക്ക് ചൊല്ലാം. കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുത്ത ചെറിയ ഒരു ദിക്ർ, ഈ ദിക്ർ ചൊല്ലിയാൽ കിട്ടുന്നത് വലിയ പ്രതിഫലമാണ്. അതെന്താണ് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. കൂടാതെ ഒരു നബിതങ്ങൾക്ക് മാത്രം അള്ളാഹു കൊടുത്തിട്ടുള്ള 10 പ്രത്യേകതകളുണ്ട്. ആ 10 പ്രത്യേകതകൾ ആരെങ്കിലും എഴുതി വീട്ടിൽ സൂക്ഷിച്ചാൽ വീട്ടിൽ കള്ളന്മാര് കയറൂല, തീപിടുത്തമുണ്ടാവൂല, കണ്ണേറി ഏൽക്കൂല, സിഹിറി ഏൽക്കൂല. ഒരുപാട് പ്രത്യേകതയുണ്ട്. നബിക്ക് മാത്രമുള്ള 10 പ്രത്യേകതകൾ. അതെങ്ങനെ എഴുതണം, എവിടെ എഴുതണം, വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഒന്ന് അവസാനം വരെ കേൾക്കാൻ മറന്നു പോവണ്ട, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, പവിത്രതകൾ ഏറെ നിറഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച പകലിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. അല്ലാഹു തആല നമ്മളിൽ നിന്നും ഈ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനമാണ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന പവിത്രമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ സുന്ദരമായ ഒരു വെള്ളിയാഴ്ച ദിവസം. ഇന്നിപ്പോൾ ഇരട്ടി മധുരമാണ് മുഅ്മിനീങ്ങൾക്കുള്ളത്. കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. സാധാരണ വെള്ളിയാഴ്ച നമ്മൾ സ്വലാത്ത് അധികമായി ചൊല്ലുന്ന ഒരു ദിവസമാണ്, അല്ലേ? വെള്ളിയാഴ്ച രാവിലും പകലിലും ചൊല്ലുന്ന സ്വലാത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് ആ വ്യക്തിയെ കാണുമെന്നാണ്. നമ്മളിപ്പോൾ ഒരു സ്വലാത്ത് ഇവിടെ ചൊല്ലുന്നു, നമുക്കൊന്ന് ചൊല്ലിയാലോ? അദദു സ്വലാത്ത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചൊല്ലിയാലോ? ഒരു പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ 6 ലക്ഷത്തോളം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്താണ് അദദു സ്വലാത്ത്. നമുക്കിപ്പോൾ തന്നെ ഒരു 3 വട്ടം ചൊല്ലാം. കാരണം നമ്മൾ ഈ സദസ്സിൽ വെച്ച് ചൊല്ലുന്ന ഈ അദദു സ്വലാത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന മുനവ്വറയിൽ ഇരുന്ന് നമ്മളെ നേരിട്ട് കാണുമെന്നാണ്. ഒരു മറയുമില്ലാതെ എൻ്റെ മുഖം നബിതങ്ങൾ കാണും, നിങ്ങളുടെ മുഖം നബിതങ്ങൾ കാണും ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ. നമുക്കൊന്ന് ചൊല്ലാം. ബിസ്മില്ലാ. നമ്മുടെ നബി, നമ്മുടെ റസൂല് നമ്മുടെ മുഖം ഒന്ന് കാണട്ടെ. അൽഹംദുലില്ലാ. ചൊല്ലിക്കോ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. ചൊല്ലിക്കോ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام മുൽക്കില്ലാ. ഒന്നുകൂടി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാ. അൽഹംദുലില്ലാഹ്, നമുക്ക് ഈ വെള്ളിയാഴ്ച ദിവസം ഈ സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് ഭാഗ്യം കിട്ടി. അത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ നേട്ടം ഞാൻ പറഞ്ഞത്, വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് പറ്റി. അത് നബി തങ്ങൾ കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. മാത്രമല്ല ഇത് മുത്ത് റസൂലിന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസം കൂടിയാണ്. അപ്പോൾ ഇരട്ടി മധുരമാണ് ഇന്ന് നമുക്ക് കിട്ടാനുള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഒരുപാട് സ്വലാത്ത് അറിയാം. ഇന്ന് പ്രത്യേകമായി നമ്മൾ സ്വലാത്തൊന്നും പഠിക്കുന്നില്ല, കാരണം നമ്മൾ ഒരുപാട് സ്വലാത്ത് നമ്മൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് തന്നെ നമുക്ക് ആവർത്തിച്ച് ചൊല്ലാം. സ്വലാത്തുൽ ഇബ്രാഹിമിയ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇതാണ് നമ്മളൊക്കെ നമസ്കാരത്തിൽ ഓതുന്ന ഇബ്രാഹിമിയ സ്വലാത്ത്. ഇനി സ്വലാത്തുൽ ഫാത്തിഹ ഉണ്ട്. അല്ലാഹ് ഒരുപാട് പ്രതിഫലങ്ങളുള്ള സ്വലാത്തുൽ ഫാത്തിഹ. അത് നമുക്കൊന്ന് ഓതിയാലോ? اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم.
അതാണ് സ്വലാത്തുൽ ഫാത്തിഹ്. പിന്നെ നമ്മളിപ്പോൾ ചൊല്ലിയ അദദു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാ. ഇനി സ്വലാത്തുൽ ഫിർദൗസിയ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അതാണ് സ്വലാത്തുൽ ഫിർദൗസിയ. പിന്നെ സ്വലാത്തുൽ ഫാത്തിമിയ്യ, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി. പിന്നെ നാരിയത്ത് സ്വലാത്ത്, താജു സ്വലാത്ത്, കൻസു സ്വലാത്ത്, ഇങ്ങനെ സ്വലാത്തുകളുടെ പെരുമഴ തന്നെയാണ് നമുക്കുള്ളത് അല്ലേ. ഒരുപാട് സ്വലാത്ത് അറിയാം. പിന്നെ മാത്രമല്ല സാധാരണ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മതി. ഇതും ഒരുപാട് നേട്ടമുള്ള സ്വലാത്താണ്. സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ ഈ സ്വലാത്തല്ലേ നമ്മുടെ നാവിലേക്ക് വരുന്നത്. അൽഹംദുലില്ലാഹ്, ഇത് മതി. ഇന്നത്തെ ദിവസം 300 വട്ടം നമുക്ക് ഈ സ്വലാത്ത് ചൊല്ലാൻ പറ്റിയാൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് മലക്കുകൾ നമ്മുടെ പേര് രേഖപ്പെടുത്തി വെക്കും. മാത്രമല്ല മുത്ത് റസൂൽ അത്രയും സമയം നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. നമ്മളിങ്ങനെ സ്വലാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹിന്റെ റസൂൽ നമ്മുടെ മുഖം ഇങ്ങനെ കാണുന്ന, മുത്ത് റസൂൽ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര അനുഗ്രഹമാണത്. റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ മുഖത്തേക്ക് നോക്കുക, നമ്മുടെ അഡ്രസ്സ് അറിയുക. എൻ്റെ പേര് അർഷദ്, എൻ്റെ വാപ്പാടെ പേര് സയ്യിദ് മുഹമ്മദ്, എൻ്റെ ഉമ്മാടെ പേര് ആയിഷ, എൻ്റെ വീട് ഇന്ന ഇന്ന സ്ഥലത്താണ്, എൻ്റെ അഹ്വാലുകൾ എല്ലാം മുത്ത് റസൂൽ ആ റൗളാ ഷരീഫിലിരുന്ന് ഞാൻ സ്വലാത്ത് ചൊല്ലുമ്പോൾ നബി അറിയുകയാണ്. അതുകൊണ്ട് ഇതിനേക്കാൾ വലിയ മഹത്വം നമുക്ക് എന്ത് കിട്ടാൻ. അതുകൊണ്ട് പരമാവധി ഇന്നത്തെ ദിവസം സ്വലാത്ത് അധികരിപ്പിച്ചോ. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ. ഈ ദിക്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂബക്കർ ബിൻ മുഹമ്മദ് ബിൻ അലി എന്ന് പറയുന്ന സ്വാത്വികനായ ഒരു വലിയ മഹാനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ദുആയാണ്, ഒരു ദിക്റാണിത്. അതായത് അദ്ദേഹത്തിന്റെ ഹൃദയം മരിക്കുക. അത് ഹൃദയം മരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നന്മ ചെയ്യാൻ തോന്നുന്നില്ല, നിസ്കരിക്കാൻ തോന്നുന്നില്ല, ദിക്ർ ചൊല്ലാൻ തോന്നുന്നില്ല, ഖുർആൻ ഓതാൻ തോന്നുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ഹൃദയം മരിച്ചുപോയെന്നാണ്. അപ്പൊ ആ ഹൃദയം മരിക്കാതിരിക്കാൻ, ഈമാൻ ഉണ്ടാവാൻ, ഇബാദത്തുകൾ നമുക്ക് കൃത്യമായി എടുക്കാൻ നമുക്ക് മഹാനായ ഈ അബൂബക്കർ ബിൻ മുഹമ്മദ് ബിൻ അലി എന്ന് പറയുന്ന സ്വാത്വികനായ ആ മഹാന് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്ന് അറിയിച്ചു കൊടുത്ത ഒരു ദുആയാണ്, ഒരു ദിക്റാണത്. അതായത് അദ്ദേഹം പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. ഞാൻ നബിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, എൻ്റെ ഹൃദയം മരണപ്പെട്ടു പോകാതിരിക്കാൻ അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നാണ്, അബൂബക്കറെ, നീ എല്ലാ ദിവസവും യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത എന്ന ദിക്ർ 40 പ്രാവശ്യം ചൊല്ലിയാൽ നിന്റെ ഹൃദയം മരിക്കുകയില്ല. ഏതാണ് ആ ദിക്ർ? യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത. യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സുന്ദരമായ ഒരു ഇസ്മാണത്, സുന്ദരമായൊരു പുണ്യമുള്ള ഒരു ഇസ്മാണ് യാ ഹയ്യു യാ ഖയ്യൂം. അത് ഇസ്മുൽ ആളമാണെന്ന് പോലും അഭിപ്രായമുണ്ട് ആ ഒരു ഇസ്മ. അപ്പോൾ അള്ളാഹുവിൻ്റെ സുന്ദരമായ ഇസ്മ യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത, യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത. ഈ ഒരു ദിക്ർ 40 വട്ടം നമുക്ക് വളരെ എളുപ്പമാണ് പറയാൻ അല്ലേ. നടക്കുന്ന വഴിയിൽ, ഇരിക്കുന്ന വഴിയിൽ, ജോലി ചെയ്യുന്ന ഇടയിലൊക്കെ നമുക്ക് ആ കൗണ്ടർ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരം എന്തിനാ കൗണ്ടർ? യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത, യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത, യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത അല്ലെ. ഇങ്ങനെ നമുക്ക് ചൊല്ലാം. 5 വഖത്ത് നിസ്കാരമുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള 4 വഖത്ത് നമസ്കാരത്തിന് ശേഷം ഒരു 10 പ്രാവശ്യം വീതം ഓതിയാൽ തന്നെ 40 പ്രാവശ്യമായില്ലേ അല്ലെ. ചുരുങ്ങിയതൊരു 40 വട്ടമെങ്കിലും ഒരു ദിവസം പാരായണം ചെയ്താൽ എന്ത് കിട്ടുമെന്നാ പറഞ്ഞത്? നമ്മുടെ ഹൃദയം മരിക്കുകയില്ല എന്നാണ്. നമ്മുടെ ഹൃദയം മരിക്കാതിരിക്കാൻ ഈ ഒരു ദുആ, ഈ ഒരു ദിക്ർ വളരെ എഫക്റ്റീവാണ്. അപ്പൊ ഈ ദിക്ർ മറക്കണ്ട. യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത. ഇത് വെറുതെ ഒരു ദിക്റല്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയൊരു മഹാന് സ്വപ്നത്തിൽ വന്ന് അറിയിച്ചു കൊടുത്ത ഒരു പുണ്യമായ ദിക്റാണ്. അപ്പോൾ നമ്മൾ 2 കാര്യം പഠിച്ചു. ഒന്ന്, സ്വലാത്തുകളുടെ മഹത്വം, നബി തങ്ങൾ നമ്മുടെ മുഖത്തേക്ക് നോക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതൊക്കെ നമ്മൾ പഠിച്ചു. അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം അല്ലെ. നബി നമ്മുടെ മുഖത്തേക്ക് നോക്കുക. നമുക്ക് നബിയെ കാണാൻ പറ്റുന്നില്ലെങ്കിലും ആ റസൂല് നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടല്ലോ. അല്ലാഹുവേ പടച്ചവനെ, ആ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കാണാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. നബി തങ്ങളെ സ്വപ്നം കാണാനുള്ള സുന്ദരമായ ഒരു സ്വലാത്ത് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പുണ്യമായ ഒരു സ്വലാത്താണത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആമീൻ. ഇനി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമല്ലേ. നമുക്ക് ഈ ഒരു മാസത്തിൽ ഒരു പ്രത്യേകമായ ഒരു കാര്യം നമുക്ക് പഠിക്കാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില പ്രത്യേകതകളുണ്ട്. നബിക്ക് മാത്രമേ ആ പ്രത്യേകതയുള്ളൂ. ലോകത്ത് ഒരു മനുഷ്യനും അല്ലാഹു തആല അതുപോലത്തെ ഒരു പ്രത്യേകത കൊടുത്തിട്ടില്ല. ആ പ്രത്യേകതകൾ നമ്മളൊരു പേപ്പറിലേക്ക് എഴുതുക. മലയാളത്തിൽ എഴുതിയാലും മതി. അതിൻ്റെ യഥാർത്ഥ രൂപം അറബിയിൽ തന്നെ എഴുതലാണ്. ഇനിയിപ്പോൾ അറബി എഴുതാൻ അറിയില്ല, അതിന് എഴുതിയ തെറ്റിപ്പോകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ എഴുതുക.
എന്താണ് ഈ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അല്ലാഹു തആല കൊടുത്തിട്ടുള്ള 10 പ്രത്യേകതകളുണ്ട്. ഈ 10 പ്രത്യേകതകൾ ഒരു മനുഷ്യൻ എഴുതിയിട്ട് വീട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, അതിങ്ങനെ ഒട്ടിച്ചു വെക്കണമെന്നില്ല, അത് എഴുതി മടക്കി നമ്മൾ സൂക്ഷിച്ചാൽ മതി. എഴുതി നമ്മൾ പ്രത്യേകമായി സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്താണ്? നമ്മുടെ വീട്ടിൽ വെച്ച് കളവ് പോവുക, എന്തെങ്കിലും വീട്ടിൽ കളവ് നടക്കുക, അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടാവുക, അതുപോലത്തെ വലിയ വിപത്തുകളിൽ നിന്നുള്ള സംരക്ഷണം അല്ലാഹു തആല തരുമെന്ന് നമുക്ക് ഒരുപാട് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല ഈ 10 കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുന്നത് പിശാചുക്കളിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നും എല്ലാ വിപത്തുകളിൽ നിന്നും പ്രത്യേകമായി കാവൽ കിട്ടുന്ന കാര്യമാണെന്നും നമുക്ക് മുൻഗാമികൾ പഠിപ്പിച്ചു തരുകയാണ്. ഇനി നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ. 10 പ്രത്യേകതകളുണ്ട്. പിന്നെ ഇത് ബുന്യാനുൽ മർസൂസ് എന്ന് പറയുന്ന ഒരു കിതാബിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. മാത്രമല്ല മറാഖിൽ ഉബൂദിയ എന്ന കിതാബിലും നമുക്കിത് കാണാൻ പറ്റും. പിന്നെ ഇത് എഴുതി സൂക്ഷിക്കുക എന്ന് പറഞ്ഞില്ലേ, അതിപ്പോ അറബിയിൽ തന്നെ എഴുതലാണ് ഏറ്റവും നല്ലത്. അത് ഇൻഷാ അല്ലാഹ് അറബിയിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്കിവിടെ സ്ക്രീനിൽ കൊടുക്കാം. അത് നിങ്ങൾക്ക് അറബിയിൽ നോക്കി എഴുതാൻ പറ്റിയാൽ വലിയ ഖൈറാണ്. നമ്മളിവിടെ സ്ക്രീനിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ആദ്യത്തെ കമന്റ് ആയിട്ട് നമുക്ക് ഞാനിത് പിൻ ചെയ്തു വെക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എഴുതി വെക്കാൻ പറ്റുമല്ലോ കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോ 10 കാര്യങ്ങളാണ്. അതിന്റെ അർത്ഥം ഞാനൊന്ന് ഓടിച്ചു പറയാം ഏതൊക്കെയാണ് ആ 10 കാര്യങ്ങളെന്ന്. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴൽ ഭൂമിയുടെ മേൽ കാണപ്പെട്ടിട്ടില്ല. അല്ലെ, നബിതങ്ങളുടെ നിഴൽ ഭൂമിയിൽ, നബിതങ്ങൾക്ക് നിഴലില്ലെന്നാണ്. നമുക്കൊക്കെ നിഴലുണ്ട് അല്ലേ, നമുക്ക് ഏത് വസ്തുവിനും നിഴലുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകത, നബിതങ്ങൾക്ക് നിഴൽ ഇല്ല. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മലമൂത്ര വിസർജനം ഭൂമിയിൽ കണ്ടിട്ടില്ല. നബിതങ്ങളുടെ മൂത്രം കാഷ്ടം ആരും ഇതുവരെ കണ്ടിട്ടില്ല. അത് വല്ലാത്തൊരു പ്രത്യേകതയാണ്. മൂന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഈച്ച അത് വന്ന് ഇരുന്നിട്ടില്ല. ഈച്ച നബിയുടെ ശരീരത്തിൽ ഇരിക്കൂല. നമ്മളിപ്പോൾ എന്തെങ്കിലും ജ്യൂസ് കുടിച്ച് ഇവിടെയൊക്കെ അപ്പം തന്നെ ഈച്ച വരും അല്ലെ, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഈച്ച ഇങ്ങനെ വട്ടം കൂടൂലേ. നബി തങ്ങളുടെ ശരീരത്തിൽ അങ്ങനെ ഈച്ച വന്നിരുന്നിട്ടില്ല. നാലാമത്തെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരിക്കൽ പോലും സ്വപ്നസ്ഖലനം ഉണ്ടായിട്ടില്ല. പ്രായപൂർത്തിയായ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും പ്രായപൂർത്തിയാകുന്നതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഉറക്കത്തിൽ സ്വപ്നസ്ഖലനം ഉണ്ടാവുക. അത് നബി തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അഞ്ചാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പോലും കോട്ടുവാന്നും പറഞ്ഞു കോട്ടുവായിട്ടിട്ടില്ല. നബിതങ്ങൾ കോട്ടുവായിട്ടിട്ടില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്ഷീണം വന്നാൽ അപ്പം തന്നെ എന്നും പറഞ്ഞ് നമ്മൾ കോട്ടുവായിടൂലേ. പക്ഷെ നബിതങ്ങൾക്ക് കോട്ടുവായിട്ടിട്ടില്ല, അതില്ല. ആറാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോൾ മൃഗങ്ങൾ ഓടിപ്പോവില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വഴി കൂടെ പോയാൽ ആടോ എന്തെങ്കിലുമൊക്കെ നിൽക്കുവാണെങ്കിൽ നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ പുറയിലേക്ക് പോകും. നബിയെ കാണുമ്പോൾ ഒരു മൃഗവും ഓടിപ്പോവില്ല. അതിങ്ങനെ നബി തങ്ങളിങ്ങനെ നോക്കി നിൽക്കുമെന്നാണ്. ഏഴാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ തന്നെ നബി തങ്ങൾ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായി, സുന്നത്ത് കർമ്മം ചെയ്യപ്പെട്ടവരായിട്ടാണ് നബി തങ്ങളെ പ്രസവിക്കപ്പെട്ടത്. എട്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുകൾ മാത്രമേ ഉറങ്ങൂ, ഹൃദയം ഉറങ്ങാറില്ല. കണ്ണിങ്ങനെ അടഞ്ഞിട്ടുണ്ടാകും, പക്ഷേ ഹൃദയത്തിൽ നബി തങ്ങളെല്ലാം അറിയുന്നുണ്ടാകും. ഒമ്പതാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുന്നിൽ കാണാൻ പറ്റുന്നത് പോലെ പിന്നിലേക്കും കാണാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ നോക്കിയാണ് ഞാൻ പറയുന്നത്. അതായത് അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്, ക്യാമറ നോക്കിയാണ് ഞാൻ പറയുന്നത്. എൻ്റെ പിന്നിൽ എന്താണ് ഒരു സ്ക്രീൻ കണ്ടോ, എൻ്റെ പിന്നിൽ സ്ക്രീനുണ്ട്. ഈ സ്ക്രീനിലേക്ക് ഇപ്പം നോക്കാൻ പറ്റും, ഞാൻ തിരിഞ്ഞു നോക്കണം. പക്ഷെ നബിതങ്ങൾക്ക് മുന്നിൽ കാണുന്നത് പോലെ പിന്നിലും കാണാൻ പറ്റുമായിരുന്നു. പത്താമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളുടെ ഇടയിൽ എല്ലാവരോടും കൂടി ഇരിക്കുമ്പോൾ നബിതങ്ങളുടെ ചുമൽ ഉയർന്നിരിക്കും. അതായത് എല്ലാവരെക്കാളും പൊക്കമുള്ളതായിട്ട് തോന്നുമായിരുന്നു. ഇതാണ് 10 പ്രത്യേകതകൾ. ഇത് മലയാളത്തിൽ ഞാൻ ഇതിന്റെ അർത്ഥം പറഞ്ഞതാണ്. ഇത് ഇൻഷാ അല്ലാഹ് അറബിയിൽ തന്നെ, നമുക്ക് അറബിയിലും മലയാളത്തിലും ഒരു പേപ്പറിലേക്ക് സാവകാശം എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീട്ടിൽ സൂക്ഷിച്ചു വെക്കുക. അതെന്താണ്, വലിയ കാവലാണ്, വലിയ ഖൈറാണ്, വലിയൊരു ബറക്കത്താണ്. ഇൻഷാ അല്ലാഹ് അത് വിട്ടുപോകണ്ട കേട്ടോ. അപ്പം ഞാനിത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആദ്യത്തെ കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം. നിങ്ങളത് നോക്കിയിട്ടൊന്ന് എഴുതിയിട്ട് വീട്ടിലൊന്ന് സൂക്ഷിച്ചു വെക്കുക കേട്ടോ. അത് വലിയ ഖൈറാണ് ഇൻഷാ അല്ലാഹ്. നമുക്ക് ഈ പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഇങ്ങനെ മുത്തായ ഹബീബിനെ പറ്റി പാടാനും പറയാനും നബിതങ്ങളുടെ ജീവിതം പഠിക്കാനും ഒക്കെ പറ്റുന്നൊരു അവസരം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഈ 10 പ്രത്യേകത മനഃപ്പാഠമാക്കിയാൽ പിന്നെ ഒരിക്കലും അവൻ്റെ ഓർമ്മശക്തി പോകില്ല എന്നൊക്കെ വരെ മഹത്തുക്കൾ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഒരുപാട് പ്രത്യേകതയുണ്ട്. നബിയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും മഹത്വമാണ്.
എല്ലാ കാര്യത്തിനും മഹത്വമാണ്. പിന്നെ മൗലിദിൻ്റെ സദസ്സ് അൽഹംദുലില്ലാ നമ്മുടെ ചാനലിൽ നടക്കുന്നുണ്ട്, എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അത് മുടങ്ങാതെ പങ്കെടുക്കുക. വീട്ടിൽ തന്നെ നമുക്ക് പറ്റുന്ന പോലെ മൗലിദ് ഓതുക, പരമാവധി സ്വലാത്തുകൾ ചൊല്ലുക. ഇന്ന് സൂറത്തുൽ കഹഫിൻ്റെ പാരായണം മറക്കണ്ട. സുന്നത്തുകൾ ധാരാളമുണ്ട്, അതൊക്കെ എടുക്കുക. പിന്നെ നേരത്തെ പള്ളിയിലേക്ക് പോവുക. മരണപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ഒരു ഫാത്തിഹയെങ്കിലും ഓതി, ഒരു യാസീനെങ്കിലും ഓതി നമ്മൾ പ്രത്യേകം ദ്വാരക്കുക. പിന്നെ എന്താണ്, നബിദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളുടെ പരിപാടി അതൊക്കെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് നടക്കട്ടെ. അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. പിന്നെ നബിദിനത്തിന് വേണ്ടിയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട്, ഭക്ഷണ സാധനത്തിൻ്റെ ഈ പിരിവൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടാകും. അപ്പോൾ അവരോടൊക്കെ സഹകരിക്കുക. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം തന്നെ സ്വലാത്ത് മറക്കണ്ട. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കബൂലാക്കട്ടെ. നിങ്ങളുടെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണം. എൻ്റെ വ്യക്തിപരമായ ദുആകളിൽ നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.